മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ആഗസ്റ്റ് 15 നാം നമ്മുടെ ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഏവർക്കും അറിയാവുന്ന പോലെ 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ബാപ്പുജിയെപ്പോലെ, നെഹ്റുവിനെപ്പോലെ, നേതാജിയെയും ഭഗത് സിംഗിനെയും പോലെ അനേകായിരം ധീരരായ പോരാളികളുടെ കഠിനമായ പ്രവർത്തന ഫലമായാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ സവിശേഷത. അങ്ങനെയാണെങ്കിൽ പോലും ഇന്നും ജാതി മത വർഗ വർണ്ണത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുകയാണ് പലരും. എങ്കിലും ഒരു ഒത്തൊരുമ നമ്മിൽ കാണാം. നാം കഴിഞ്ഞ ദിനങ്ങളിൽ കണ്ട മഹാദുരന്തമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ഓരോ ജീവന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനം വളരെ മികവുറ്റതായിരുന്നു. സൈന്യവും NDRFും നാട്ടുകാരും എന്തിന് മലയാളികൾ ഒന്നടങ്കം നേരിട്ടും അല്ലാതെയും അതിൻ്റെ ഭാഗമായി. ഈ ഒത്തൊരുമയാണ് നമുക്ക് വേണ്ടത്. 1947 നിന്നും 2024 എത്തിയപ്പോൾ വലിയ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലടക്കം എല്ലാ മേഖലകളിലും കുതിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. അതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ് ചാന്ദ്രയാനും മംഗൾയാനും ആദിത്യ L1ഉം. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി, വ്യത്യസ്ത ഭാഷ, സംസ്കാരം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഇന്ത്യ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ഭരണമാണ് നമുക്കുള്ളത്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് നെഞ്ചിലേറ്റി പറയാൻ നമുക്ക് ആവണം. സ്വാതന്ത്ര്യത്തിൻ്റെ 77 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ മഹാന്മാരെയും ഈ നിമിഷത്തിൽ സ്മരിക്കാം. ഇന്ത്യയുടെ നേട്ടങ്ങൾ ലോകത്തിന് മുന്നിൽ തന്നെ മികവാർന്നതാണ്. എങ്കിലും ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയത്തിനതീതമായി ഇനിയും ഏറെ വളരാനുണ്ട്. അതിനായി നാം ഓരോരുത്തർക്കും ഒരുമിച്ച് മുന്നേറാം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.